എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാരിക. ഞാനിന്ന് പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. മാത്സ് വിത്ത് ശിവാനി ശിവ എന്നാണ് ചാനലിൻ്റെ പേര്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. കേരള സിലബസും CBSEയും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ബാക്കി കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, റിയൽ നമ്പേഴ്സ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാവുന്ന ടോപ്പിക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 2 നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പോവാം. ഏതെങ്കിലും 2 നമ്പർ 12 divided by 5 അല്ലേ? അപ്പോൾ 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 times 2 into 5 10 2 ഇവിടെ 2 കിട്ടും അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇവിടെ ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ 5നേക്കാട്ടിലും ലെസ് ആയിട്ടുള്ളൊരു നമ്പർ വന്നു അല്ലേ? അപ്പോൾ ഇനി 5 2-നകത്ത് പോകുമോ? ഇല്ല. അപ്പോൾ ഡിവിഷൻ പോസിബിൾ അല്ല. നമ്മളിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത ഈ സംഖ്യ 12 നമുക്ക് എങ്ങനെ കിട്ടും? ഈ അടുത്തടുത്ത് കിടക്കുന്ന ഈ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിൻ്റെ കൂടെ ഈ 2 ആഡ് ചെയ്യണം അല്ലേ? അതായത് നോക്കിക്കേ, 5 into 2 5 into 2 plus 2. നോക്ക്, അപ്പോൾ 5 into 2 എന്താണ്? 10 plus 2 12. ഇത് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഓരോ പേര് പറയത്തില്ലേ? ഇതിനെ എന്താണ് നമ്മൾ പറയുന്നത്? കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇതെന്താണ് പറയുന്നത്? ഡിവിഡൻഡ്. ഇതോ ഡിവൈസർ. ഇവിടെ എന്ത് കിട്ടി? കോഷ്യന്റ്. ഇവിടെ കിട്ടുന്നത് എന്താണ്? റിമൈൻഡർ. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? എന്താണ് നമ്മൾ എന്തിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ ഡിവിഡൻഡ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ ഡിവൈസർ എന്ന് വിളിക്കും. നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൻസർ എന്താണ്? കോഷ്യന്റ്. ആൻഡ് എന്തെങ്കിലും താഴെ വരുവാണെങ്കിൽ അതെന്താണ്? റിമൈൻഡർ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ? അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ജനറൽ ഫോർമുല എന്താണ്? ഈ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ നമുക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾ ഓർത്തിരുന്നോ? ഈ അടുത്തടുത്ത നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ റിമൈൻഡർ ആഡ് ചെയ്യുന്നത്. ഈ അടുത്തടുത്തുള്ള നമ്പേഴ്സിന് എന്തൊക്കെയാ പറയുന്നത്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ആൻസറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? റിമൈൻഡർ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. 12 എന്തായിരുന്നു? ഡിവിഡൻഡ്. അപ്പം 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 എന്ന് പറയുന്ന ആരാണ്? ഡിവൈസർ. ഡിവൈസർ. അപ്പോൾ 12 നമുക്ക് എങ്ങനെ കിട്ടും? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. അല്ലേ? അപ്പോൾ 5 into 2 10 ആയുള്ളൂ. ഇവിടെ എന്താണ് ആൻസർ? 12. അപ്പോൾ ബാക്കി എന്താണ്? റിമൈൻഡർ ആഡ് ചെയ്യുക. പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ തിയറം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പം ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കേ, നമുക്ക് ഈ ഇവിടം കൊണ്ട് ഈ ഒരു ഡിവിഷനകത്ത് ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അല്ലേ?
2 എത്തിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. കാരണം എന്താ, നമുക്ക് ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആയിട്ടുള്ളൊരു നമ്പറാണ് കിട്ടിയത്. അതായത് ഈ 2 എന്ന് പറയുന്നത്, റിമൈൻഡർ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിവൈസർ അല്ലേ? ഡിവൈസറിനേക്കാളിലും ചെറിയൊരു നമ്പർ കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല, അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു കേസ്, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര പ്രാവശ്യം? 2 ടൈംസ്. 2 × 5 10. റിമൈൻഡർ 0. ഇനി ഇതിനകത്ത് ഫർദർ ഡിവിഷൻ നടക്കുമോ? ഇല്ല. കാരണം എന്താ, 10നെ 5 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്തു അല്ലേ? ഇനി അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് നമ്മുടെ ഡിവിഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു, 0 കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഈ 2 കേസിലും നമുക്ക് ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ല. ഇവിടെ ഡിവൈസറിനേക്കാളും ചെറുതാണ്, നമ്മൾ കണ്ടീഷൻ എഴുതി. ഇവിടെ എന്താണ്, റിമൈൻഡർ 0 എത്തി അല്ലേ? ഒന്നെങ്കിൽ അപ്പോൾ കണ്ടീഷൻ എന്താണ്, ഒന്നെങ്കിൽ ഡിവൈസറിനെക്കാട്ടിലും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കണം. അപ്പം നമ്മൾ ഇവിടെ കിട്ടിയ റിമൈൻഡർ 2 എന്നത് ഡിവൈസറിനേക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ 0 ആയിരിക്കണം. പക്ഷെ നോക്കിക്കേ, ഇത് പോസിബിൾ ആണോ 0 = 2 എന്ന് പറയുന്നത്? കാരണം നമുക്ക് ഇവിടെ റിമൈൻഡർ 2 എന്നല്ലേ. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ 2 കണ്ടീഷനാണ്. അതായത് ഇവിടെ 2ന് പകരം നമുക്ക് 2 എന്താണ് ഇവിടുത്തെ റിമൈൻഡർ ആർ അല്ലേ? അപ്പോൾ അതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ തിയറം. അതായത് 2 നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ 2 നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ആ റിമൈൻഡർ വരേണ്ട കണ്ടീഷൻ എന്താണ്? നമ്മൾ എവിടെ കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ ഡിവിഷൻ? ഒന്നെങ്കിൽ റിമൈൻഡർ ഡിവൈസറിനേക്കാളും ചെറുത്, അല്ലെങ്കിൽ റിമൈൻഡർ 0. അപ്പോൾ ഇവിടെ നമുക്കൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ എന്തായാലും 0-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 2 കിട്ടി. റിമൈൻഡർ 2 കിട്ടുമ്പോൾ അത് ഡിവൈസറിനെക്കാട്ടിലും ചെറുതാണ്, പക്ഷെ ലെസ് ആണ്, പക്ഷെ അത് 0-നേക്കാളും വലുതല്ലേ? ഗ്രേറ്റർ ദാൻ 0 അല്ലെ? ഈക്വൽ ടു 0 എന്ന് കൊടുത്തത് കണ്ടീഷൻ ശരിയാകുമോ? ഇല്ല. അപ്പോൾ മനസ്സിലായില്ലേ? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ തിയറം എന്താണ് പറയുന്നത്? അതൊരു തിയറമാണ്. തിയറം എന്താ പറയുന്നത്? ഗിവൺ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ഏതൊക്കെയാ? എ ആൻഡ് ബി. അതായത് 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുത്ത് എയും ബിയും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ A12 എന്ന് പറ, B5 എന്ന് പറ അല്ലേ? അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? കോഷ്യന്റും കിട്ടി, റിമൈൻഡറും കിട്ടി. കോഷ്യന്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ Q എടുത്തു, റിമൈൻഡറിൻ്റെ ഫസ്റ്റ് ലെറ്റർ R എടുത്തു. അപ്പോൾ A12 ആണെന്ന് വെച്ചോ, B5 ആണെന്ന് വെച്ചോ. അപ്പോൾ നോക്കിക്കേ, ഗിവൺ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് A ആൻഡ് B. എനെ B കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റീജേഴ്സ് കിട്ടി അല്ലേ? ഏതൊക്കെയാ? Q ആൻഡ് R. അപ്പം there exist unique integers. ഏതൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടിയത്? Q ആൻഡ് R അല്ലേ? Q ആൻഡ് R അവിടെ പറയുന്ന എന്താണ്? അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡിവിഡൻറ്റ് ഈക്വൽ ടു അല്ലേ? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് ആർ. അതായത് എ ഡിവൈഡഡ് ബൈ ബി ചെയ്തപ്പോൾ കോഷ്യൻറ്റും കിട്ടി, റിമൈൻഡറും കിട്ടി. എയും ബിയും ഇതാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് A ഡിവൈഡഡ് ബൈ ബി
ചെയ്തപ്പോൾ അവിടെ നമുക്ക് 2 യൂണീക്ക് ഇൻഡിജേഴ്സ് കിട്ടി അല്ലേ? ഏതൊക്കെയാണ്? കോഷ്യന്റും റിമൈൻഡറും. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണ് അവിടെ? സാറ്റിസ്ഫൈയിങ് ഇവിടുത്തെ എ ഈക്വൽ ടു എന്താണ്? അതായത് ഡിവിഡൻറ്റ് ഈക്വൽ ടു എന്താണ്? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇതുകൊണ്ട് ആഡ് ചെയ്യുക. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. കണ്ടോ? പക്ഷെ അവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ റിമൈൻഡർ എന്തായിരിക്കണം? നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ എന്താണ് ചെയ്തത്? ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആകണം, അല്ലെങ്കിൽ 2 കണ്ടീഷൻ കാണിച്ചില്ലേ? ഒന്നെങ്കിൽ ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിമൈൻഡർ 0, കംപ്ലീറ്റ്ലി ഡിപെൻഡ്. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിവൈസറിനെക്കാട്ട് ലെസ് അല്ലേ? ഡിവൈസറിനെക്കാട്ടിലും ലെസ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായാലും നമ്മൾ വേറൊരു ഇക്വേഷൻ ചെയ്തില്ലേ? A/B ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആരാനും ചാൻസ് ഉണ്ട്. അപ്പം ഈക്വൽ ടു 0 അല്ലേ? പക്ഷേ ഈ കേസിൽ നമ്മൾ റിമൈൻഡർ 0 വരുന്ന കേസിൽ 0 ഈക്വൽ ടു ഇവിടെ അല്ലേ? റിമൈൻഡർ ഈ കേസിൽ 2 വന്നു, റിമൈൻഡർ 2 വന്നു, ഡിവൈസറിനേക്കാളും ലെസ് ആണ്. പക്ഷെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 0-നേക്കാളും ഗ്രേറ്റർ അല്ലേ? അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. മനസ്സിലായി? ഈ ഗ്രേറ്റർ ദാൻ വന്ന എന്താണ്? ചില കേസസിൽ റിമൈൻഡർ 0 ആകത്തില്ല, അപ്പോൾ ഒരു നമ്പർ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ നമ്പർ എന്താണ്? 0-നേക്കാളും ഗ്രേറ്റർ. ഓക്കെ, ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. A/B ചെയ്യുമ്പോൾ യൂണിക് ഇൻഡിജേഴ്സ് കോഷ്യന്റും റിമൈൻഡറും കിട്ടും. അതിൻ്റെ എന്താണ് പറയുന്നത്? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആണ്, അല്ലെങ്കിൽ 0ക്ക് തുല്യമാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. അൽഗോരിതം എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പം അതിനൊരു പ്രൊസീജിയർ ഇല്ലേ, ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അതിൻ്റെ ആ ഒരു പ്രൊസീജിയറിനെ സ്റ്റെപ്പായിട്ട് എഴുതുന്നതാണ് അൽഗോരിതം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ HCF ഓഫ് 4, 55 and 42. അപ്പോൾ 455ൻ്റെയും 42ൻ്റെയും HCF കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന HCF നമുക്ക് എങ്ങനെ ഈ അൽഗോരിതം വഴി എഴുതാം? അതിനു മുമ്പ് HCF എന്താണ്? HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഇപ്പോൾ 2 നമ്പേഴ്സ് തരുക, 12, 6. ഈ 12നെയും 6നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ. ഇപ്പോൾ 12നെ നമുക്ക് എന്തൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2, 3, 4, 6 അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട്. ഇനി 6നെയോ 2, 3 അല്ലേ? 2, 3 പിന്നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഈ ഇതിനകത്ത് അപ്പോൾ 12നെയും 6നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഇതൊക്കെ എവിടെ കിട്ടിയത്? 2, 3, 6 അല്ലേ? ഇതെല്ലാം കോമൺ ഫാക്ടേഴ്സാണ് 12ൻ്റെയും 6ൻ്റെയും. ഈ കോമൺ ഫാക്ടേഴ്സിൽ 2, 3, 6 3 കിട്ടി. ഇതിൽ ഹയസ്റ്റ് ഏതാണ്? 6
അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ കുറേ നമ്പേഴ്സ് കാണും. ആ കിട്ടുന്നതിൽ ഏതാണോ ഹയസ്റ്റ് നമ്പർ അതായിരിക്കും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത് ചെറിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷെ ഇച്ചിരി കൂടെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് അതിൻ്റെ HCF കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 455-ൻ്റെയും 42-ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് നമുക്ക് 0 റിമൈൻഡർ കിട്ടുന്നിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിവിഷൻ ലെമ്മ തിയറമാണ്. അതെല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ അല്ലേ? അപ്പോൾ നോക്കാം ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു നമുക്ക് നോക്കാം. 455-നെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. 42 എത്ര ടൈംസ്? 1 3 അല്ലേ? അപ്പം പറ്റത്തില്ല. അപ്പം 0 35. അപ്പം നോക്കിക്കേ, ഇനി ഇവിടെ ഡിവിഷൻ പോസിബിൾ ആണോ? അതായത് 42-നെക്കാട്ടിലും ലെസ് ആയിട്ടുള്ളൊരു നമ്പർ വന്നു അല്ലേ? അപ്പോൾ ഡിവിഷൻ നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു HCF ഏത് നമ്പേഴ്സും ആയിക്കോട്ടെ അതിൻ്റെ HCF കാണാൻ പറയുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ നമ്മൾ ഡിവിഷൻ പ്രോസസ്സ് നടക്കണം. പക്ഷെ ഇവിടെ നമുക്ക് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ? ഇനി ഫർദർ ഡിവിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള നമ്പർ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ കിട്ടിയ റിമൈൻഡറിനെ ന്യൂ ഡിവൈസർ ആക്കിക്കൊണ്ട്, കേട്ടോ, ഇത് ഈ ഡിവിഷന്റെ റിമൈൻഡർ ആയിരുന്നു, അതിനെ ന്യൂ ഡിവൈസർ ആക്കിക്കൊണ്ട് ഇതിനെ ന്യൂ ഡിവിഡൻഡ് ആക്കണം. ഓക്കെ, കൺസിഡർ ദീസ് 2 നമ്പേഴ്സ്. അതായത് ഫസ്റ്റ് ഡിവിഷൻ പ്രോസസ്സിന്റെ റിമൈൻഡർ അടുത്തതിന്റെ ന്യൂ ഡിവൈസർ ആകും. അതുപോലെ ഡിവൈസർ ഇവിടെ എന്താവും? ഡിവിഡൻഡ് ആകും. മനസ്സിലായോ? ആ പ്രോസസ്സ് അടുത്തത് ആ ഡിവിഷൻ ചെയ്യുക. 35 42-നകത്ത് എത്ര പ്രാവശ്യം? 1 ടൈംസ് അല്ലേ? 7 കിട്ടി. ഇനി നോക്കിക്കേ, 35 7-നകത്ത് പോകുമോ? ഇല്ല. അപ്പൊ എന്താ? ഡിവിഷൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പായി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെ. കാരണം നമുക്ക് റിമൈൻഡർ 0 ആണോ കിട്ടിയത്? റിമൈൻഡർ 0 കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണം. റിമൈൻഡർ 0 കിട്ടിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ന്യൂ ഡിവൈസർ ആക്കിക്കൊണ്ട് ഈ സെക്കൻഡ് ഡിവിഷന്റെ ഡിവൈസറിനെ നമ്മൾ ന്യൂ ഡിവിഡൻഡ് ആക്കി. ഓക്കെ, അപ്പൊ ഇനി ഡിവിഷൻ നോക്കിക്കേ. 7 എത്ര പ്രാവശ്യം? 5 ടൈംസ് അല്ലേ? 5 സ്റ്റാർ 7 35. രാണ്ടേ എന്താ? റിമൈൻഡർ 0 കിട്ടി അല്ലേ? നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പൊ നോക്കിക്കേ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു രണ്ട് നമ്പേഴ്സിന്റെ HCF കാണുമ്പോൾ അവ നമ്മൾ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്യണം. നമുക്കിവിടെ റിമൈൻഡർ 0 കിട്ടി. ഏത് സ്റ്റെപ്പിലാണോ റിമൈൻഡർ 0 കിട്ടുന്നത്, ഏത് ഡിവിഷനിലാണ് റിമൈൻഡർ 0 കിട്ടിയത്? ഇതിലല്ലേ? അപ്പം ആ ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവൈസർ ആയിരിക്കും HCF. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF എന്തായിരിക്കും? റിമൈൻഡർ 0 കിട്ടുന്ന ഡിവിഷൻ പ്രോസസ്സിന്റെ ഡിവൈസർ ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം? ഇനി ഇതിന്റെ അൽഗോരിതം ഒന്ന് എഴുതി നോക്കാം. അൽഗോരിതം നോക്കിക്കേ, ഇതിനകത്തെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന തിയറം ഏതാണെന്ന് ഇപ്പൊ പറഞ്ഞേ? ഡിവിഷൻ ലെമ്മ തിയറം അല്ലേ? ഡിവിഷൻ ലെമ്മ തിയറം അല്ലേ? നോക്കിക്കേ, കൺസിഡർ സ്റ്റെപ്പ് 1.
സ്റ്റെപ്പ് 1 എന്താ, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 455 42. നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന എങ്ങനെയാ? ഗ്രേറ്റർ നമ്പറിനെ സ്മോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. ഇഫ് എന്താ 455 ഗ്രേറ്റർ ദാൻ 42, നമ്മൾ എന്ത് ചെയ്തു? അത് ഈ രണ്ട് നമ്പേഴ്സിലോട്ട് ഡിവിഷൻ ലെമ്മ തിയറം അപ്ലൈ ചെയ്തു അല്ലെ. ഡിവിഷൻ ലെമ്മ തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നമ്പേഴ്സ് 455 42, രണ്ട് നമ്പേഴ്സ് അതായത് എ ബൈ ബി ആണെങ്കിൽ നമുക്കൊരു കോഷ്യൻ കിട്ടും, ഒരു റിമൈൻഡർ കിട്ടും. അതിൽ ഈ എ എന്ന് പറയുന്നത് എന്താവും? എ എന്ന് പറയുന്നത് ബി ഇൻറ്റു ക്യൂ, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മൾ ഇവിടോട്ട് എന്ത് അപ്ലൈ ചെയ്ത്? ഡിവിഷൻ ലെമ്മ തിയറം അപ്ലൈ ചെയ്യുക. അപ്ലൈ. അപ്പം രണ്ട് നമ്പേഴ്സിന്റെ HCF കാണാൻ പറഞ്ഞു. ആ രണ്ട് നമ്പേഴ്സ് ഗ്രേറ്റർ നമ്പറിനെ സ്മോൾ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ ഏത് തിയറം അപ്ലൈ ചെയ്യുന്ന? ഡിവിഷൻ ലെമ്മ അല്ലേ. അത് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്ലൈ ചെയ്ത ഡിവിഷൻ ലെമ്മ ടു ഏത് രണ്ട് നമ്പേഴ്സ്? 455 and 42 ടു ഗെറ്റ് എന്താ? അപ്പൊ നമുക്ക് ഡിവിഷൻ ലെമ്മ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? എ ഈക്വൽ ടു അല്ലെ, എ ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ അല്ലേ. നോക്കിക്കേ. അപ്പൊ 455നെ എങ്ങനെ എഴുതാം? 42 ഇൻറ്റു 10 പ്ലസ് 35. 455 ഈക്വൽ ടു 42 ഇൻറ്റു 10 പ്ലസ് 35 അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അൽഗോരിതം എഴുതുന്നത് രണ്ട് നമ്പേഴ്സിന്റെ HCF കാണാൻ പറഞ്ഞു. അതിനെ ആ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്? ഡിവിഷൻ ലെമ്മ തിയറം. അതായത് എ ബൈ ബി ചെയ്തപ്പം കോഷ്യന്റും റിമൈൻഡറും കിട്ടി. അപ്പൊ എനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇല്ലേ. ഡിവിഡന്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. നമ്മൾ അത് അപ്ലൈ ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 ഇവിടം കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ. കാരണം റിമൈൻഡർ ഡിവൈസറിനെക്കാട്ടിലും ലെസ് ആണ്. ഇനി ഫർദർ ഡിവിഷൻ ഇതിനകത്ത് നടക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? HCF കാണണമെങ്കിൽ റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് അല്ലേ. ഇഫ് ആർ നോട്ട് ഈക്വൽ ടു 0, ഇവിടെ 0 ആണോ കിട്ടിയത്? അല്ല. അപ്പം നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മൾ പുതിയ ഡിവിഡൻറ്റും ഡിവൈസറും എടുത്തു. അതേതാണ് ചെയ്തത്? ഈ സ്റ്റെപ്പിലെ റിമൈൻഡറിനെ ഡിവൈസർ ആക്കിക്കൊണ്ട് ഇതിന്റെ ഡിവൈസറിനെ ന്യൂ ഡിവിഡൻഡ് ആക്കി അല്ലേ. അപ്പം ഇഫ് ആർ നോട്ട് ഈക്വൽ ടു 0, ഇവിടെ ആർ 0 അല്ല, റിമൈൻഡർ 0 അല്ല. 0 അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ദ നമ്പേഴ്സ് ഏതാ? 35 and 42. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവിഷൻ ലെമ്മ ഈ പറയുന്ന ഇത് തന്നെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. നോക്കിക്കേ, കണ്ടോ? ഇതല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലേ. 1 സ്റ്റെപ്പ് കഴിഞ്ഞു, ഇത് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ? നമുക്ക് റിമൈൻഡർ 0 കിട്ടിയോ? ഇല്ല. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റെപ്പിലായാലും നമ്മൾ എന്ത് തന്നെയാ ചെയ്തത്? ഡിവിഷൻ ലെമ്മ തിയറം അപ്ലൈ ചെയ്തു. അപ്ലൈ ഡിവിഷൻ ലെമ്മ ടു 35 and 42 to get എന്താണ്? 42 ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. അത് അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 42 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 35 ഇൻറ്റു 1 പ്ലസ് 7 അല്ലേ. 42 ഈക്വൽ ടു 35 ഇൻറ്റു 1 പ്ലസ് 7. ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്ത് ചെയ്തു? ഇവിടുത്തെ റിമൈൻഡർ എപ്പോഴും അങ്ങനെയാണ്. ഒരു ഡിവിഷൻ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ വെച്ച് നമ്മൾ റിമൈൻഡർ 0 ആണോ ചെക്ക് ചെയ്യും. 0 അല്ലെങ്കിൽ ഫർദർ ഡിവിഷൻ, അടുത്ത ഡിവിഷൻ നടക്കും അല്ലേ. അപ്പം ഇവിടെ റിമൈൻഡർ 0 ആണോ? അല്ല.
റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ദ ഡിവിഷൻ ലെമ്മ ടു ഏതിലോട്ട്? പുതിയ ഡിവൈസർ ഏതായി? 7. പുതിയ ഡിവിഡൻഡ് ഏതായി? 35. ഇത് തമ്മിൽ കൺസിഡർ ചെയ്തല്ലേ. അപ്പം ലെമ്മ ടു 35 ആൻഡ് 7. നമുക്കപ്പോൾ എന്തോ കിട്ടും? 35 ഈക്വൽ ടു 35 എന്ത് കിട്ടും? 7 into 5 plus 0. 7 into 5 plus 0. അപ്പോൾ സ്റ്റെപ്പ് 4. എല്ലാ സ്റ്റെപ്പിലും ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്? റിമൈൻഡർ 0 ആണെന്ന് നോക്കും. ഇവിടെ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ റിമൈൻഡർ ഈക്വൽ ടു 0. സ്റ്റെപ്പ് 4ൽ എന്താ? റിമൈൻഡർ 0 കിട്ടി അല്ലേ. അപ്പം ആ റിമൈൻഡർ ഏത് സ്റ്റെപ്പിലാണോ 0 കിട്ടുന്നത് ആ സ്റ്റെപ്പിലെ ഡിവൈസർ ആയിരിക്കും HCF അല്ലേ. അപ്പോൾ ഡിവൈസർ ഇൻ ദിസ് സ്റ്റെപ്പ് ഈസ് HCF. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു 2 നമ്പേഴ്സിന്റെ HCF കാണാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? അതിലോട്ട് ഡിവിഷൻ ലെമ്മ തിയറം അപ്ലൈ ചെയ്യും. എവിടം വരെ നമ്മളത് ചെയ്യും? ആ ഡിവിഷൻ പ്രോസസ്സ് റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്യണം. റിമൈൻഡർ ഏത് സ്റ്റെപ്പിലാണോ 0 കിട്ടുന്നത് അതിന്റെ ഡിവൈസർ ആയിരിക്കും HCF. ഓക്കെ, മനസ്സിലായല്ലോ? അൽഗോരിതവും മനസ്സിലായല്ലോ? ആദ്യത്തെ 2 നമ്പേഴ്സ് നോക്കി, രണ്ടിനും ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തു, ഈ ഫോർമുല ഉപയോഗിച്ചു ഇത് എഴുതി. സെക്കൻഡ് സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? റിമൈൻഡർ 0 ആണോ നോക്കി. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല? ഇത് ഇവിടുത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഈസ് അൽഗോരിതം അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അപ്പോൾ HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.